ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. ആസ്വാദക ലോകം അത്ഭുതാദരങ്ങളോടെ നമ്രശിരസ്കരായി നിൽക്കുന്ന വിശാലവും വൈവിധ്യപൂർണവുമായ സർഗാത്മക ലോകമാണ് സത്യജിത് റായുടേത്. ലോക സിനിമയുടെ ഭൂപടത്തിൽ ഇന്ത്യൻ സിനിമയെ മുഖ്യമായും അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഉന്നത ശീർഷനായ ഈ കലാകാരന്റെ ചലച്ചിത്ര സൃഷ്ടികൾ വെച്ചുകൊണ്ടാണ്. അപൂർ സൻസാർ, അപുവിന്റെ ലോകം. സത്യജിത് റായുടെ അപുത്രയത്തെ മുൻനിർത്തി ഒരു ചിത്രീകരണം. പിതാമഹന്റെ ചിത്രം വരെയും അച്ഛന്റെ എഴുത്തും അമ്മയുടെ സംഗീതവും സത്യജിത്ത് ഏതൊക്കെയോ അനുപാതത്തിൽ സ്വാംശീകരിച്ചെടുത്തു. 19 വയസ്സിൽ ധനശാസ്ത്രത്തിൽ ബിരുദമെടുത്തതിന് ശേഷം സത്യജിത് റായ് കലാഭ്യസനത്തിനായി ശാന്തിനികേതനിൽ ചേർന്നു. കലാപഠനം പൂർത്തിയാക്കാതെ തിരിച്ചുവന്ന അദ്ദേഹം ബ്രിട്ടീഷ് പരസ്യ കമ്പനിയിൽ ജോലിക്ക് ചേർന്നു. സിനിമയുടെ ലോകത്തിലെത്തിച്ചേരാൻ സത്യജിത്തിന് മുന്നിൽ വഴികളേറെയുണ്ടായിരുന്നു. കൽക്കത്ത ഫിലിം സൊസൈറ്റിയിലെ പ്രവർത്തനങ്ങൾ, അതിലൂടെ കാണാനായ വിശ്വോത്തര സിനിമകൾ, കൽക്കത്തയിൽ ചിത്രീകരണത്തിനെത്തിയ ജീൻ റെനോയിർ എന്ന ചലച്ചിത്രകാരനുമായുള്ള സൗഹൃദം, എല്ലാറ്റിനുമുപരി ലണ്ടൻ പര്യടനത്തിനിടെ കണ്ട ബൈസിക്കിൾ തീവ്സ് എന്ന വിലോഭനീയമായ നിയോ റിയലിസ്റ്റ് സിനിമ. ഇങ്ങനെ എല്ലാ വഴികളും സത്യജിത് റായിയെ നയിച്ചത് ചലച്ചിത്ര നിർമ്മാണം എന്ന സാഹസികതയുടെയും സാധ്യതകളുടെയും ലോകത്തിലേക്ക് തന്നെയായിരുന്നു. ആദ്യ ചിത്രം 1955 പഥേർ പാഞ്ചാലി. വിഭൂതി ഭൂഷൺ ബന്ദോപാധ്യായയുടെ പഥേർ പാഞ്ചാലി എന്ന നോവൽ 1930കളുടെ ആദ്യപാദത്തിൽ ഖണ്ഡശ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയപ്പോൾ മുതൽ ആസ്വാദകരെ വശീകരിച്ചു തുടങ്ങിയ ഒന്നായിരുന്നു. ഇതിന്റെ ചലച്ചിത്രാവിഷ്കാരമെന്നത് സത്യജിത് റായിയുടെ വലിയ സ്വപ്നങ്ങളിലൊന്നായിരുന്നു. എന്തുകൊണ്ട് പഥേർ പാഞ്ചാലി? പഥേർ പാഞ്ചാലിയെ ഒരു ഉത്കൃഷ്ട കൃതിയാക്കി തീർത്ത ചില ഉത്കൃഷ്ട ഗുണങ്ങളുണ്ട്. അതിലെ കരളലിയിക്കുന്ന മനുഷ്യത്വം, കാവ്യാത്മകത, തികഞ്ഞ സത്യസന്ധത, ഈ ഗുണങ്ങൾ തന്നെയാണ് എന്റെ ആദ്യത്തെ ചലച്ചിത്രത്തിന് ആ കഥ സ്വീകരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. അവർ ഫിലിംസ് ദയർ ഫിലിംസ് എന്ന ഗ്രന്ഥത്തിൽ സത്യജിത് റായ് ഇങ്ങനെ എഴുതി: കുറേയേറെ ഭാഗങ്ങൾ വെട്ടിയൊതുക്കുകയും പുനരാവിഷ്കരിക്കുകയും ചെയ്യേണ്ടിവരുമെന്ന് തുടക്കത്തിൽ തന്നെ എനിക്കറിയാമായിരുന്നു. കഥ ശുഷ്കമായ ആഖ്യാന രീതിയുടെ അച്ചിലിട്ട് വാർത്തെടുക്കാൻ ശ്രമിക്കുന്നത് തെറ്റായിരിക്കും എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. പക്ഷേ നോവലിന് ജീവൻ നൽകിയിരുന്ന ഒരുതരം അലക്ഷ്യമായ ആഖ്യാന രീതിയുടെ ചില അംശങ്ങൾ അതേപടി നിലനിർത്തേണ്ടത് അനിവാര്യമായിരുന്നു. അപു എന്ന ബാലനിലൂടെ ബംഗാൾ ഗ്രാമങ്ങളിലെ ദാരിദ്ര്യവും അതിനെ അതിജീവിക്കാൻ അവന്റെ കുടുംബം നടത്തുന്ന ശ്രമങ്ങളും നോക്കിക്കാണുകയാണ് സംവിധായകൻ. അപ്പുവിന്റെ അച്ഛൻ ഹരിഹർ പൂജാരിയാണ്. ഉപജീവനാർത്ഥം ഊരു ചുറ്റലിലാണ് അയാൾ എപ്പോഴും. അമ്മ സർവജയ, ചേച്ചി ദുർഗ, മുത്തശ്ശി എന്നിവരുമായുള്ള അപ്പുവിന്റെ ഇടപഴകലുകളിലൂടെ സിനിമ മുന്നേറുകയാണ്. അപു വീട്ടിന് വെളിയിലുള്ള ലോകവുമായി ബന്ധപ്പെടുന്നത് ദുർഗയുമൊത്തുള്ള ഗ്രാമസവാരികളിലൂടെയാണ്. അവർ കളിച്ചും ചിരിച്ചും ഉല്ലസിച്ചും കാഴ്ചകൾ കണ്ട് വളരുന്നു. കൗതുകപൂർവം അപുവിന്റെ ലോകം പതിയെ വിശാലമായി വരുന്നു. അപുവും ദുർഗയും ആദ്യമായി തീവണ്ടി കാണാൻ പോകുന്നതിന്റെ ആവിഷ്കാരം അതീവ ഹൃദ്യമാണ്. അതുപോലെ ആദ്യ മഴ നനഞ്ഞാസ്വദിക്കുന്ന ദുർഗയുടെ ദൃശ്യവും കാവ്യാത്മകമായ ഒന്നാണ്.
നിരൂപകർ ഒന്നടങ്കം വാഴ്ത്തിയ 2 മരണരംഗങ്ങൾ ചിത്രത്തിലുണ്ട്. മുത്തശ്ശിയുടെയും ദുർഗയുടേതും. ഉള്ളുലയ്ക്കുന്ന മറ്റൊരു സന്ദർഭം. ഏറെക്കാലത്തെ ദേശാന്തര യാത്രകൾക്ക് ശേഷം തിരിച്ചെത്തിയ അച്ഛൻ ഹരിഹർ ദുർഗ മരിച്ച വിവരം അറിയുന്നില്ല. ഭാര്യ എന്നത്തെയും പോലെ അയാൾക്ക് കുടിക്കാൻ വെള്ളം കൊണ്ടു കൊടുക്കുന്നു. ദേശാന്തര യാത്രക്കിടയിൽ ഹരിഹർ ദുർഗയ്ക്കായി വാങ്ങിയ സാരി അയാൾ ഭാര്യയ്ക്ക് കാണിച്ചു കൊടുക്കുകയും മക്കളെ വിളിക്കുകയും ചെയ്യുന്നു. ഹൃദയം പിളർക്കുന്ന ഒരു സംഗീത ശകലത്തിനൊപ്പം നമുക്ക് ഭാര്യയുടെ പൊട്ടിക്കരച്ചിൽ കേൾക്കാം. അപ്പോൾ അയാൾ മകളുടെ മരണത്തെക്കുറിച്ചറിയുന്നു. തളർന്നു വീഴുന്നു. আর ভাবনা কি আমি এসে গিয়েছি സ്വദേശത്തും വിദേശത്തും പഥേർ പാഞ്ചാലി പരക്കെ പ്രശംസിക്കപ്പെട്ടു. ഇന്ത്യയിലെ സമാന്തര സിനിമയുടെ തുടക്കമായി ഈ സിനിമ വിലയിരുത്തപ്പെട്ടു. പഥേർ പാഞ്ചാലി എന്ന നോവലിന്റെ തുടർച്ചയായാണ് വിഭൂതി ഭൂഷൺ അപരാജിതോ എന്ന നോവൽ എഴുതുന്നത്. ഈ നോവലുകളെ ഒറ്റയടിക്ക് ഒരൊറ്റ സിനിമയിൽ ഒതുക്കുക എന്നത് തന്റെ ചലച്ചിത്ര സങ്കല്പങ്ങൾക്ക് നിരക്കുന്നതല്ല എന്ന ബോധ്യം തുടക്കം മുതലേ സത്യജിത് റായിക്കുണ്ടായിരുന്നു. സ്വതന്ത്രവും സ്വയം പൂർണവുമായ ചലച്ചിത്ര കൃതിയാണ് പഥേർ പാഞ്ചാലി എന്നിരിക്കലും ഗ്രാമം വിട്ട് ബനാറസിലേക്ക് പോകുന്ന അബുവിന്റെ അവശിഷ്ട കുടുംബത്തിന്റെ കഥ പാതി വഴിയിലിട്ടു പോകാൻ റായിയുടെ മനസ്സനുവദിച്ചില്ല. പഥേർ പാഞ്ചാലിയുടെ തുടർച്ചയായി അബുവിന്റെ ജീവിതയാത്ര ആവിഷ്കൃതമാകുന്ന 2 സിനിമകൾ കൂടി റായിയുടേതായി വന്നു. അപുത്രയം എന്നറിയപ്പെടുന്ന ഈ പരമ്പരയിലെ 2ാം ചിത്രമാണ് 1956 പുറത്തിറങ്ങിയ അപരാജിതോ. നിശ്ചിന്തപുരം എന്ന ഗ്രാമം വിട്ട് ബനാറസിലേക്കും പിന്നീട് കൽക്കത്തയിലേക്കും നീളുന്ന അബുവിന്റെ ജീവിതയാത്രയെ പിന്തുടരുകയാണ് ഈ ചിത്രത്തിൽ സംവിധായകൻ. വളരുന്നതോടൊപ്പം അമ്മയിൽ നിന്നും അകന്നുപോകുന്ന മകന്റെ കഥയാണ് അപരാജിതോയുടേത് എന്ന് ചുരുക്കി പറയാം. ഗ്രാമനഗരങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളും പാരമ്പര്യ പുരോഗമന ചിന്തകൾ തമ്മിലുള്ള സംഘർഷങ്ങളും ഈ സിനിമയുടെ അന്തർധാരകളായുണ്ട്. നിരൂപകരാൽ വളരെയേറെ പ്രശംസിക്കപ്പെട്ടവയാണ് അപുത്രയത്തിലെ മരണരംഗങ്ങൾ. പഥേർ പാഞ്ചാലിയിൽ എന്നതുപോലെ അപരാജിതോയിലുമുണ്ട് 2 മരണരംഗങ്ങൾ. ബനാറസിൽ പുരോഹിത വൃത്തി ചെയ്ത് ജീവിതം പുലർത്തുന്ന അച്ഛൻ ഹരിഹർ പനി മൂർച്ഛിച്ച് മരിക്കുന്നു. ഈ മരണരംഗം അതിതീവ്രമായാണ് സത്യജിത് റായ് നമ്മെ അനുഭവിപ്പിക്കുന്നത്. ആസന്ന മരണനായിരിക്കുമ്പോൾ ഗംഗാജലം ആവശ്യപ്പെടുന്നു ഹരിഹർ. ഗംഗാജലം നാവിലിറ്റു വീഴുമ്പോൾ ഹരിഹറിന്റെ തല ഒരു ഭാഗത്തേക്ക് ചെരിയുന്നു. ബനാറസിലെ ക്ഷേത്ര ഗോപുരങ്ങളിൽ നിന്ന് പെട്ടെന്ന് പറന്നുയരുന്ന ഒരു കൂട്ടം പ്രാവുകളുടെ ദൃശ്യത്തിലൂടെയാണ് ഹരിഹറിന്റെ മരണം സംവിധായകൻ വിനിമയം ചെയ്യുന്നത്. കൽക്കത്തയിൽ പഠനത്തിനായി പോയ അബുവിനെയും കാത്ത് രോഗാതുരയായ അമ്മ സർവജയ വീടിന് മുന്നിലിരിക്കുകയാണ്. കടന്നുപോകുന്ന തീവണ്ടികളിലൊന്നിലും അബു ഉണ്ടാവില്ല എന്നറിയാം. എങ്കിലും ഏതോ ഒരു പ്രതീക്ഷയിൽ അവരങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അബു വിളിച്ചതായി തോന്നുന്നു. മതിഭ്രമത്തിൽപ്പെട്ടതുപോലെ എഴുന്നേറ്റ് നിന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ കുളത്തിനു മുകളിൽ പറന്നു നടക്കുന്ന മിന്നാമിന്നി കൂട്ടത്തെയാണ് അവർ കാണുന്നത്. ഇങ്ങനെയാണ് സർവജയയുടെ മരണത്തെ പ്രതീകാത്മകമായി ചിത്രീകരിച്ചിരിക്കുന്നത്.
പഥേർ പാഞ്ചാലിയിൽ ഹരിഹർ, സർവജയ എന്നിവരുടെ വേഷമിട്ട കനു ബാനർജി, കരുണ ബാനർജി എന്നീ അഭിനേതാക്കൾ തന്നെയാണ് അപരാജിതോയിലും ആ വേഷങ്ങളിലെത്തുന്നത്. പഥേർ പാഞ്ചാലിയിൽ കുട്ടിയായ അപ്പുവായെത്തിയത് സുബിർ ബാനർജി. അപരാജിതോയിൽ അപ്പുവിന്റെ വളർച്ചയുടെ 2 ഘട്ടങ്ങൾക്ക് വേഷപ്പകർച്ച നൽകിയത് പിനാക്കി സെൻഗുപ്ത, സ്മരൻ ഘോഷാൽ എന്നിവർ. അപ്പുവിന്റെ യൗവനത്തിലെ പ്രക്ഷുബ്ധതകളും ആകുലതകളും പകർത്തുകയാണ് അപുർ സൻസാർ എന്ന അപുത്രയത്തിലെ അവസാന ചിത്രം. അപുർ സൻസാർ എന്നാൽ അപ്പുവിന്റെ ലോകം എന്നർത്ഥം. 1958 പരഷ് പഥർ, ജൽസാഘർ എന്നീ സിനിമകൾ സംവിധാനം ചെയ്ത് പുറത്തിറക്കിയതിനു ശേഷമാണ് അപുർ സൻസാറിലേക്ക് റായ് എത്തിച്ചേരുന്നത്. ബിരുദധാരിയായ തൊഴിൽ രഹിതനായി അപ്പു കൽക്കത്ത നഗരത്തിൽ ജോലി തേടി അലയുന്നു. അതിനിടെ അപ്രതീക്ഷിത സാഹചര്യത്തിൽ അയാൾക്ക് ഗ്രാമീണ യുവതിയായ അപർണയെ വിവാഹം ചെയ്യേണ്ടി വരുന്നു. നഗരജീവിതവുമായി പൊരുത്തപ്പെടാനാകാത്ത അപർണ പിന്നീട് എല്ലാറ്റിനോടും പൊരുത്തപ്പെടുന്നു. ഗർഭിണിയായി ഗ്രാമത്തിലേക്ക് മടങ്ങിയ അപർണ പ്രസവത്തിനിടെ മരണമടയുന്നു. ഭാര്യയുടെ മരണത്തിനിടയാക്കിയത് മകന്റെ ജനനമാണ് എന്നുള്ളതിനാൽ അപ്പു അവനെ കാണാൻ പോലും കൂട്ടാക്കാതെ നഗരത്തിൽ അലയുന്നു. ഒരു സുഹൃത്തിന്റെ നിർബന്ധത്തിനൊടുവിൽ അയാൾ മകനെ കാണാനെത്തുന്നു. മകൻ അപരിചിതനോടെന്ന പോലെയാണ് ആദ്യമൊക്കെ പെരുമാറിയിരുന്നത്. നിരന്തര അനുനയ ശ്രമങ്ങൾക്ക് ശേഷം മകൻ അപ്പുവിനെ ഒരു സുഹൃത്തായി സ്വീകരിക്കുന്നു. മകനെ ചുമലിലേറ്റി കൽക്കത്തയ്ക്ക് യാത്ര പോകുന്ന അപ്പുവിന്റെ ദൃശ്യത്തിൽ അപുർ സൻസാറും അപുത്രയവും അവസാനിക്കുന്നു. দাদু বকবে। দাদু জানতে পারবে না, দাদুকে আমি বলবো না। এসো। ഈ ചിത്രത്തിൽ അപ്പുവായി വേഷമിട്ട സൗമിത്ര ചാറ്റർജി പിന്നീട് 15ഓളം റായ് ചിത്രങ്ങളിൽ മുഖ്യ സാന്നിധ്യമായി അഭ്രപാളികളിൽ നിറഞ്ഞു. আর কত দূরে নিয়ে যাবে মোরে হে সুন্দরী, বলো কোন পারে ভিড়িবে তোমার সোনার তরী. ഈ ചിത്രത്തിൽ അപർണയായെത്തിയ ഷർമിള ടാഗോർ റായുടെ തന്നെ നായക്, ആരണ്യർ ദിൻരാത്രി, സീമാബദ്ധ എന്നീ സിനിമകളിൽ നായികാവേഷങ്ങളിലെത്തി. সন্ধ্যের আগেই বাড়ি ফিরে আসবে আর আমার কোনো অনুশোচনা থাকবে না. സാഹിത്യകൃതികളെ ആധാരമാക്കിയെടുക്കുന്ന ചലച്ചിത്രങ്ങൾ മൂലരചനയുടെ ഔന്നത്യം കൈവരിക്കാറില്ല എന്ന പൊതുധാരണയെ അട്ടിമറിക്കുകയാണ് സത്യജിത് റായ് അപുത്രയത്തിലൂടെ ചെയ്തത് എന്ന് പറയുന്നതിൽ തെറ്റുണ്ടാവില്ല. വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായയുടെ പഥേർ പാഞ്ചാലി, അപരാജിതോ എന്നീ നോവലുകളിലെ ഗ്രാമീണ നഗര പശ്ചാത്തലങ്ങളെ, മനുഷ്യബന്ധങ്ങളെ അസാമാന്യമായ നിരീക്ഷണ പാടവത്തോടെ എന്നാൽ സവിശേഷമായ മാനവികതാ ബോധത്തോടെ പുനരാവിഷ്കരിക്കുകയാണ് അപുത്രയം. വിവിധ കലകൾ കലർന്നൊഴുകുന്ന ചലച്ചിത്രകലയ്ക്ക് മാനുഷികമായ ഉള്ളടക്കം സൗന്ദര്യപൂർണമായി പകർന്നു നൽകി സവിശേഷ കലയായി മഹത്വപ്പെടുത്തി എന്നതാണ് സത്യജിത് റായിയുടെ ഔന്നത്യം. ചലച്ചിത്ര ജീവിതത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ആ ഔന്നത്യം അദ്ദേഹത്തിന് നൽകിയ ചലച്ചിത്ര സമാഹാരമാണ് അപുത്രയം എന്ന് നാം ഇപ്പോൾ തിരിച്ചറിയുന്നു. അപുർ സൻസാർ, അപ്പുവിന്റെ ലോകം. സത്യജിത് റായുടെ അപുത്രയത്തെക്കുറിച്ചുള്ള ചിത്രീകരണം ഇവിടെ പൂർണ്ണമാവുന്നു. രചന പി.കെ. സുരേന്ദ്രൻ, ആഖ്യാനം എം.എസ്. വാസുദേവൻ, വിനീത സുമം, സംവിധാനം കെ.വി. ശരചന്ദ്രൻ. ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.